ഭൂരഹിതരും ഭവനരഹിതരുമായ 394 കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കി കൊച്ചി കോർപ്പറേഷൻ. തുരുത്തിയിൽ നിർമ്മാണം പൂർത്തിയായ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം ആരംഭിച്ച നിർമ്മാണം കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ കൂടി സഹായത്തോടെയാണ് പൂർത്തിയായത്. സ്വപ്നഭവനം കൈമാറാൻ ഇനി ദിവസങ്ങൾ മാത്രം. വലിയ സജ്ജീകരണങ്ങളോടെ ഒരുക്കിയ ഭവന പദ്ധതിയിൽ ചില്ലറ മിനുക്കുപണികളെ ബാക്കിയുള്ളൂ. കോർപ്പറേഷൻ പരിധിയിലെ ഭൂരഹിതരും ഭവനരഹിതരുമായവർക്കാണ് റേപ്പ് പദ്ധതിയിലൂടെ വീട് നൽകുന്നത്. 10,796.42 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 11 നിലകളിലായാണ് ആദ്യത്തെ ഫ്ളാറ്റിന്റെ നിർമ്മാണം. രണ്ടാമത്തെ സമുച്ചയം CSML പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മട്ടാഞ്ചി പോലുള്ള ശേരി പ്രദേശത്ത് ഭവനരഹിതരുടെ എണ്ണം വളരെ അധികമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളും ഗാർഹിക തൊഴിലാളികളാണ്. വളരെ പാവപ്പെട്ട ആളുകൾ, വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ച് എനിക്ക് വളരെ സന്തോഷം. കാരണം ഇതൊരു ആഗ്രഹമാണ് ഇത് പൂർത്തീകരിക്കുന്നത്. കാരണം ഓരോ യൂണിറ്റിലും ലിവിംഗ് ഏരിയ, ഒരു ബെഡ്റൂം, കിച്ചൺ, ബാൽക്കണി, 2 ടോയ്ലറ്റുകൾ എന്നിവയാണുള്ളത്. പാർക്കിംഗ് സ്ലോട്ടുകൾ, കടമുറികൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, കോമൺ ഏരിയ അടക്കം നിരവധി സൗകര്യങ്ങളോടെയാണ് ഫ്ളാറ്റ് പൂർത്തിയാകുന്നത്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് 44.01 കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഭൂരഹിതരും ഭവനരഹിതരുമായ 394 കുടുംബങ്ങൾക്കായാണ് ഈ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളും 27-ാം തീയതി സമർപ്പിക്കുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങളാണിപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അനന്തുവിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.